ഇത്തവണ ഈദിന് തുർക്കിയിലേക്ക് ഒരു അടിപൊളി റോഡ് ട്രിപ്പ് പോയാലോ? അതും ആരും ഇതുവരെ ട്രൈ ചെയ്യാത്ത ചില വഴികളും ഫുഡും ഒക്കെ വെച്ചിട്ട് ഗ്രൂപ്പായിക്കൊണ്ട് അബുദാബിയിൽ നിന്ന് തുർക്കിയിൽ പോയി തിരിച്ച് അബുദാബിയിൽ എത്തുന്ന രീതിയിൽ ഒരു അടിപൊളി റോഡ് ട്രിപ്പ് പോയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ഇസ്താംബൂളിലാണെങ്കിൽ ഇസ്താംബൂളിൽ നമ്മൾ നേരെ ബുർസയിലേക്ക് പോകും. സ്നോ മൗണ്ടെയിനും കാര്യങ്ങളും അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ബുർസയിൽ വരുന്ന 1-2 ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അതിൻ്റെ കൂടെ ബുർസ സിറ്റി നമ്മൾ കവർ ചെയ്യും. ഈ പറയുന്ന ഉലുദ മൗണ്ടെയിൻ, അവിടേക്ക് ഒരു കേബിൾ കാർ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ് അടുത്ത് വരുന്ന ഒരു കേബിൾ കാർ. ആ കേബിൾ കാർ കയറി വരുന്നിടത്താണ് ബുർസയിൽ ഈ പറയുന്ന സ്നോയും കാര്യങ്ങളും. സോ ഫസ്റ്റ് ഡേ നമ്മൾ ഇസ്താംബൂളിൽ ഇറങ്ങുന്നു, നേരെ ബുർസയിൽ സ്റ്റേ ചെയ്യുന്നു. സെക്കൻഡ് ഡേ ഈ ഫുഡും ടൂറും കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ഇസ്കിഷെയർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊവിൻസ് ഉണ്ട്. നോർമലി ആ വഴിക്ക് അങ്ങനെ അധികം ആൾക്കാർ പോയിട്ടുണ്ടാവില്ല. പിറ്റേന്ന് രാവിലെ ഇസ്കിഷെയറിൽ നിന്ന് കൊനിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ നമ്മൾ എടുക്കുന്നുണ്ട്. അതൊരു ട്രെയിനിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി. തുർക്കിൻ്റെ ഏറ്റവും പ്രത്യേകത ഓരോ പ്രൊവിൻസും ഓരോ ഭംഗിയാണ്. അപ്പം ജലാലുദ്ദീൻ റൂമിൻ്റെ ടോംബും പിന്നെ ആ ഒരു തുർക്കീൻ്റെ ആ ഒരു സ്പിരിച്വൽ സൂഫി വൈബൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടുന്ന് പിന്നെ വൈകുന്നേരം നമ്മൾ നേരെ എന്ത് ചെയ്യും, കപ്പഡോക്കിയയിലേക്ക് പോകും. സോ കപ്പഡോക്കിയയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കേവ് റൂമിൽ 2 ദിവസത്തെ സ്റ്റേ ഉണ്ട്. ഹോട്ട് എയർ ബലൂൺ വരുന്നത് കപ്പഡോക്കിയയിലാണ്. നമ്മൾ വീണ്ടും ഒരു പോകുന്ന വഴിക്ക് നമ്മൾ ബൊലു എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട്. അവിടുത്തെ ബെസ്റ്റ് നാച്ചുറൽ പാർക്കൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. സോ അവിടെ പോയി അവിടുത്തെ ഒരു സൈറ്റ് സീയിങ് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യും, ഇസ്താംബൂളിലേക്ക്. എന്നിട്ട് 3 ഫുൾ ഡേ ഇസ്താംബൂളിൽ നമ്മളൊരു വാക്കിംഗ് ടൂർ ആയിരിക്കും. അപ്പം നമ്മൾ ട്രാമും ഫെറിയും ലോക്കൽ ട്രെയിനും നടന്നിട്ടൊക്കെ ആയിരിക്കും ഇസ്താംബൂൾ കാണാം. അപ്പം നമ്മളുടെ ഹോട്ടൽ വരുന്നത് ഈ പറയുന്ന ഇസ്താംബൂളിലെ ഹാഗിയ സോഫിയ ബ്ലൂ മോസ്കിൻ്റെ പരിസരത്തായിരിക്കും. അപ്പോൾ ഏകദേശം മെയിൻ അട്രാക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് നടന്നു പോയി കാണാൻ പറ്റും. സെയിം ടൈം കുറച്ച് മസ്റ്റ് ട്രൈ ഡിഷസും കുറച്ച് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. സോ 3 ദിവസം കൊണ്ട് ഫുഡ് കഴിച്ചിട്ടും അതേപോലെ തന്നെ ഹാഗിയ സോഫിയ ബ്ലൂ മോസ്ക് പോലുള്ള മെയിൻ അട്രാക്ഷൻസും ബോസ്ഫറസ് ടൂറും ഒക്കെ കവർ ചെയ്ത് ഒരു 3 ഡേ ഫുൾ ഇസ്താംബൂൾ ടൂർ. എന്നിട്ട് രാത്രി നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ഡേ എയർപോർട്ടിലേക്ക് വരുന്നു. 6-ാം തീയതി നമ്മൾ തിരിച്ച് വീണ്ടും അബുദാബിയിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഷൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എയർ അറേബ്യൻ്റെ 2-വേ റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തുർക്കി വിസ ഇൻക്ലൂഡഡ് ആണ്. എല്ലാവർക്കും അറിയാം തുർക്കി വിസ കോസ്റ്റ് മാത്രം ഏകദേശം 1000 ദിർഹംസിൻ്റെ അടുത്ത് വരുന്നുണ്ട് നോർമൽ കേസിൽ. സോ തുർക്കി വിസ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. 4-സ്റ്റാർ അക്കോമഡേഷൻ ആണ്. ത്രൂ ഔട്ട് പ്രൈവറ്റ് ടൂറാണ്. 15 പേരടങ്ങുന്ന ചെറിയൊരു ഗ്രൂപ്പായിരിക്കും. അപ്പോൾ നമ്മളുടേതായിട്ടുള്ളൊരു ഗൈഡും ഡ്രൈവറും ബസ്സും നമ്മൾ ജോയിൻ ചെയ്യും. സോ ഇസ്താംബൂളിൽ നിന്ന് ഇറങ്ങി ഒരു ബസ്സിലൂടെ കറങ്ങി വേറൊരു വഴിയിലൂടെ നമ്മൾ വീണ്ടും ഇസ്താംബൂളിലേക്ക് എത്താം. ഇത് വന്ന വഴികൾ ടച്ച് ചെയ്യില്ല. എല്ലാ എൻട്രി ടിക്കറ്റ്സും ഇതിൽ കവേർഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബോസ്ഫറസ് ടൂർ ഇതിൽ കവേർഡ് ആണ്. ലഞ്ചും ഡിന്നറും ഏതെങ്കിലും പേഴ്സണൽ എക്സ്പെൻസസും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അല്ലാത്ത എല്ലാ പ്രൈസും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഡീലാണ്.